തിരുവനന്തപുരത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തുവിട്ട പ്രീപോൾ സർവേ ഫലം വ്യാജ സർവേ ഫലം നിർമ്മിച്ചത് ബി.ജെ.പി ഓഫീസിലാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് സർവേ ഫലം എന്ന പേരിൽ പ്രചരിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ട് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ഡിസംബർ 9 തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡ് ബി.ജെ.പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ വ്യാജ സർവേ ഫലം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് ചട്ടം മറികടന്നായിരുന്നു മുൻ IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖയുടെ നടപടി. C4 എന്ന പേരിലായിരുന്നു ബി.ജെ.പിക്ക് മുൻതൂക്കം നൽകുന്ന സർവേ ഫലം. ഇതിന്റെ ഉറവിടമാണ് ഇപ്പോൾ പുറത്തുവന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വ്യാജ സർവേ ഫലം പ്രചരിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് പുറത്തുവന്നത്. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബി.ജെ.പി ഓഫീസിൽ നിന്ന് സർവേ ഫലം തയ്യാറാക്കിയതാണെന്നാണ് വ്യക്തമാകുന്നത്. വ്യാജ പ്രീപോൾ സർവേ ഫലം നിർമ്മിച്ചതിൽ ശക്തമായ നടപടി വേണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ആണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം അവർ നടത്തിയിരിക്കുന്നത്. മറ്റാര് ചെയ്യുന്ന കുറ്റത്തേക്കാൾ ഗൗരവമുള്ള കുറ്റമാണ് ശ്രീലേഖ ചെയ്തിരിക്കുന്നത്. അത് ബി.ജെ.പി ഓഫീസിൽ നിന്നുള്ളതാണല്ലോ. അത് ബി.ജെ.പിയുടെ ഓഫീസിൽ നിന്ന് തയ്യാറാക്കി ശ്രീലേഖ മുഖാന്തരം പുറത്തുവിട്ട സ്ക്രീൻ ഷോട്ടാണ്. വ്യാജമാണെന്ന് പറയില്ല, യഥാർത്ഥത്തിൽ നിർമ്മിച്ചിട്ട് അത് പുറത്തു അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കെതിരാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ദിവസം പ്രീപോൾ സർവേ ഫലം പുറത്തുവിട്ടതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചിരുന്നു. ഉടൻ റിപ്പോർട്ട് നൽകാൻ സൈബർ പോലീസിലാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. അതിനിടയിലാണ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ബി.ജെ.പി തന്നെ തയ്യാറാക്കിയതാണ് സർവേ ഫലം എന്നത് വ്യക്തമാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.